വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ രണ്ടാമത്തെ സിനിമ ഇറങ്ങിയിരിക്കുന്നത് ഡിറ്റക്റ്റീവ് ഉജ്വാലൻ. ആസ് എക്സ്പെക്ടഡ് ഒരു ഫൺ ഇൻവെസ്റ്റിഗേറ്റീവ് കില്ലർ സിനിമ തന്നെയാണത്. 2 മണിക്കൂർ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാണ്ട് ആരെ കൊന്നേ, ആരെ ഈ ചെയ്തേ എന്ന് തന്നെ നമ്മളെ തന്നെ ചിന്തിപ്പിച്ച് തിയേറ്ററിൽ പിടിച്ചിരുത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കായ നാടും ആ നാട്ടുകാരെയും വളരെ രസകരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ രാഹുൽ ജി എൻ ഇന്ദ്രനീൽ GK. ഡയറക്ഷൻ അവർ തകർത്തിട്ടുണ്ട്. പക്ഷെ റൈറ്റിംഗ് ഒരു 70% മാത്രം അവർക്ക് സേഫ് ആക്കി കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളൂ. എല്ലാ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറും ഒരു മെയിൻ റോൾ ഉണ്ട്. അത് അവർ കംപ്ലീറ്റ്ലി സക്സസ് ആക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റ്. സെക്കൻഡ് ഹാഫിൽ വില്ലനെ ബിൽഡപ്പ് ചെയ്ത് ലാസ്റ്റ് കൊണ്ടുവന്ന് നിർത്തി മുന്നോട്ടിട്ട് തരുന്നത് അത്രയും വലിയ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ട്വിസ്റ്റ് അല്ല. പിന്നീട് അതിനുശേഷം വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ട്വിസ്റ്റ് പൊളിക്കും, അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കും. പക്ഷെ പ്രതീക്ഷിക്കേണ്ട, ആ ട്വിസ്റ്റും വലിയ സംഭവമായിട്ട് തോന്നൂല. ഈ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ആണ് ഈ സിനിമയെ ഒരു ഡീസന്റ് അനുഭവമായി മാറ്റിയത്. പക്ഷെ എന്നാലും മൊത്തത്തിൽ ഒരു മെമ്മറബിൾ ഹൂഡണിക് ത്രില്ലർ അനുഭവം തന്നെയാണ് ഈ സിനിമ സമ്മാനിച്ചത്. ധ്യാൻ ശ്രീനിവാസൻ ഉജ്വാലൻ എന്ന വേഷം ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ചാംഫുൾ ആയിട്ട് തന്നെ ധ്യാൻ ശ്രീനിവാസനെ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സിജു വിൽസൺ ശംഭു എന്ന പോലീസ് ഓഫീസറായിട്ട് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാൻ നല്ല കട്ടയ്ക്ക് കോമ്പറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോട്ടയം നസീറും സീമാജി നായരും ധ്യാന്റെ അച്ഛനമ്മയായിട്ട് നല്ല രസമായിട്ട് തന്നെ അവരെ അവതരിപ്പിച്ചിട്ടുണ്ട്. റോണി ഡേവിഡ് കൊള്ളായിരുന്നു. ആ നാട്ടിലെ എല്ലാ കഥാപാത്രങ്ങളും വളരെ രസകരമായിട്ട് തന്നെയാണ് അവരുടെ ക്യാരക്ടേഴ്സിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ്, ഈ സിനിമയുടെ ഒരു ഗ്രാഫ് കംപ്ലീറ്റ്ലി മാറിയത്. അടിപൊളി എഡിറ്റിംഗ് ആയിരുന്നു ചമൻ ചാക്കോയുടെ. വിഷ്വൽസ് വളരെ നല്ല ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ് സമ്മാനിക്കാൻ സഹായിച്ചത്. കളർ ഗ്രേഡിംഗ് വളരെ നന്നായിരുന്നു. മ്യൂസിക് വലിയ ഇമ്പാക്ട് തന്നതായി തോന്നിയില്ല. ഓവറോൾ ഒരു ടിപ്പിക്കൽ സീരിയൽ ഇൻവെസ്റ്റിഗേഷൻ സിനിമ തന്നെയുള്ളൂ. എന്നാലും പക്ഷെ ഒരു ഫൺ വൺ ടൈം വാച്ച് പടം അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനിക്കുന്നത് ഞാൻ വാക്ക് തരികയാണ്. ലാസ്റ്റ് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. സിനിമ മൊത്തം ഇരുന്നിട്ട് വേണം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട്.